ആണ് ഗൈസ്. ഹലോ, മാവൻ ചെറുക്കൻ ഫുഡ് കഴിക്കാനുള്ള തത്രപ്പാടി നിൽക്കുക. ഫോട്ടോ എടുക്കേണ്ടിയിട്ട് ജ്യൂസ് പോലും തൊട്ട് നോക്കിയിട്ടില്ല. എന്തൊരു കഷ്ടപ്പാടാണ് നോക്കി പാവൻ ചെറുക്കൻ. നമ്മുടെ പ്ലേറ്റും കൊണ്ട് മണിക്കൂർ ഒന്നായിട്ടിരിക്കുക. എൻ്റെ ഫുഡ് തന്നെ കഴിച്ചു. എനിക്ക് വിശക്കുന്നു കഴിച്ചു. ഇവരെന്നെ പറ്റിക്കുന്നു കഴിച്ചു. ഇവർ ഞങ്ങൾ ചിക്കൻ്റെ പറഞ്ഞപ്പോൾ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചീസാണെന്ന് പറഞ്ഞാൽ ഞങ്ങളെ പറ്റിച്ച് കഴിച്ചു. അതെ ഗൈസ്. എന്നിട്ട് ഞങ്ങൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞ് ലാസ്റ്റ് ഞങ്ങളോട് പറഞ്ഞു എന്നാൽ പിന്നെ ബീഫുണ്ടെന്ന്. അപ്പോൾ പിന്നെ അലന് മാരക ബുദ്ധി തോന്നി, ഇത് തിന്നിട്ട് കൊള്ളാമെന്നുണ്ടെങ്കിൽ നമുക്കിനി ബീഫ് ഓർഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ ചീസിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് ഗൈസ്. അതുകൊണ്ട് ഗൈസ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം. എങ്ങനെയുണ്ട് നമുക്ക് കഴിച്ച് നോക്കിയിട്ട് പറയാം. അലൻ പരീക്ഷിക്കുന്നതായിരിക്കും. അലൻ്റെ ട്രൈ ചെയ്യുന്നത്. ഫോട്ടോ എടുക്കുന്നില്ലേ? അലൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കഴിക്കുക ഗൈസ്. നീ പിന്നെ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ മറ്റേ രീതിയിലാണ് ഉദ്ദേശിച്ചത്. കണ്ടോ ഗൈസ്, ഇതൊരു സുഖമില്ലെന്ന് അലൻ പറയുന്നു. കണ്ടോ ഫോട്ടോ? കുഴപ്പമില്ല, ജ്യൂസ് തൊട്ട് അടുപ്പിച്ച് വെച്ചേര്. പ്ലേറ്റ് മാറ്റി വെക്കും. ഇനി ഞങ്ങളൊരു ഫോട്ടോ എടുത്ത് മരിക്കും കഴിച്ചു. ഉള്ള കാര്യം ഞാൻ പറയട്ടെ, ഇത് ഞാൻ വ്ളോഗ് എടുക്കും. ഞാൻ എടുക്കും. സുഹൃത്തുക്കളെ, നിങ്ങളിത് കാണണം. ആ ചെറുക്കൻ കഷ്ടപ്പെട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ആണെന്ന് തോന്നുമെങ്കിലും അത്രയ്ക്ക് പ്രൊഫഷണൽ ഒന്നുമില്ല. ഐഫോൺ ഉള്ളതിന്റെ കണ്ടോ, നല്ല ഫോട്ടോ അല്ലേ? കൊള്ളാം. എങ്ങനുണ്ട് ഗൈസ്? ഞാൻ എങ്ങനുണ്ട്? സോസും നമ്മൾ പറ്റിക്കപ്പെട്ടു. ഇപ്പോഴേ ഓർഡർ ചെയ്യണോ അതോ കഴിച്ച് കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്താൽ മതി? സുഹൃത്തുക്കളെ, ആക്രാന്തം മൂത്തിട്ട് അലൻകുട്ടി അങ്ങനെ ബീഫിൻ്റെയും കൂടെ സാധനം പറഞ്ഞിരിക്കുകയാണ്. സാധനം വരുമ്പോൾ നമുക്ക് എങ്ങനെയുണ്ടോ നോക്കാം. കൊള്ളാം. 3 days later. ബാക്കിയിരിക്കുന്ന ചീസുകൾ മുഴുവൻ വാരിപ്പറക്കി തിന്നുന്ന പാവം മനുഷ്യൻ. രണ്ടാമത് ഓർഡർ ചെയ്ത സാധനം ഇതുവരെ വന്നില്ല. നിങ്ങൾ കണ്ടില്ല എന്നെങ്കിൽ ഒന്നുകൂടെ പുറകോട്ട് അടിച്ച് നോക്കിയത്. ചിലപ്പോൾ പായസലടിക്കും എന്നാണ് ഇപ്പോഴത്തെ നിഗമനം. നമുക്ക് നോക്കാം. അതെ, പ്ലാനിങ് ഒക്കെ നടക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ പ്ലാനിങ് പ്രോസസ്സിലാണ്, നമ്മൾ ഐഡിയേഷനിലാണ് ഇപ്പം. ആദ്യമായിട്ട് ആഴ്ച വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. ആദ്യത്തെ ആഴ്ചത്തേത് മൂഞ്ചി പോയി. ചീസ് കഴിച്ച് വയറ് പറഞ്ഞു പോയി. കഴിഞ്ഞ ആഴ്ച പോയി അൽഫാം കഴിച്ചു, അതൊട്ടും വയ്യായിരുന്നു. ഇന്ന് വയ്യാതായിട്ടില്ല, പക്ഷെ വയ്യാതാകും. അടുത്ത ആഴ്ച ഞങ്ങൾ തിരുവല്ലയിലോട്ടാണ് ഡെസ്റ്റിനേഷൻ വരുന്നത്. നല്ല ഫുഡ് സ്പോട്ട് ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യും. ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യും ഗൈസ്. താഴെ 50 രൂപയുടെ പിസയോ ബർഗറോ എല്ലാം മേടിക്കാമെന്നും പറഞ്ഞുള്ള പ്ലാനില്ല. ഇവിടെ കയറിയേ മേളിൽ കയറിയപ്പോൾ കഴിച്ചിട്ട് അടപ്പിളകിയിരിക്കുന്ന ഇരിപ്പ് കണ്ടോ? വയ്യ. നിങ്ങളത് കാണണം. ഒരു ചിക്കൻ ബിരിയാണിയുടെ വിലയാണ് 250 രൂപ. ഇന്നലെ മേടിച്ചില്ല ഗൈസ്. ഞാൻ വില നോക്കിയപ്പോൾ ഞാൻ വിട്ടു. എന്തിനാണ് ഒരു ചിക്കൻ ബിരിയാണിക്ക് 250 രൂപയുടെ ആവശ്യം? ഓൺലൈനിൽ സൊമാറ്റോ നോക്കിയപ്പോൾ 250 രൂപയാണോ ഇതിന്റെ വില? എന്ത് ഈ ചിക്കൻ ബിരിയാണിക്ക് എന്ത് ഇരിക്കുന്നത്? കുറച്ച് റൈസും 2 ചിക്കൻ പീസും അല്ലേ ഉള്ളൂ. ഹലോ ഗൈസ്, ഇന്ന് വൈകിട്ട് സൺഡേ വൈകിട്ട് ഒരു പാർട്ടി ചെയ്യുന്നുണ്ട്. വരാൻ താല്പര്യമുള്ളവർക്ക് വരാം. പക്ഷേ ഈ വ്ളോഗ് 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. പാർട്ടി കഴിക്കുന്നതായിരിക്കും. പാർട്ടിയുടെ നിങ്ങൾ വിളിക്കുക ഗൈസ്, ഞങ്ങൾ വരാം. 1 eternity later. നമ്മൾ ഓർഡർ ചെയ്ത രണ്ടാമത്തെ സാധനം വന്നിരിക്കുന്നു. ഫോട്ടോഗ്രാഫിയാണ്. ഫോട്ടോഗ്രാഫി രണ്ടാമത് ഓർഡർ ചെയ്തിരിക്കുന്ന സാധനം ഇപ്പോൾ വന്നേക്കുന്നത്. ഇത് ബീഫിൻ്റെ എന്തോ ഐറ്റം ആണെന്നാ പറഞ്ഞേ. പണി തുടങ്ങി ഗൈസ്. ഇന്നങ്ങനെ എടുക്കുവോ?
ബീഫ് ഇടും ചിക്കൻ നൂഡിൽസ് കഴിക്കുന്ന ഫീൽ ഗൈസ്. അവന് ചിക്കൻ നൂഡിൽസ് അതെ അവന് ബീഫ് എടുത്തിട്ട് അവന് ചിക്കൻ നൂഡിൽസിന്റെ ടേസ്റ്റ് ആണ്. എങ്ങനെയാണ് അവനക്ക് ചിക്കൻ നൂഡിൽസിന്റെ ടേസ്റ്റ് കിട്ടിയത്? ഒന്നും തോന്നരുത്, ഇതിനകത്ത് കിടന്ന ഇതിന്റെ ഗ്രേവിയും സാധനം എല്ലാം കൂടെ എടുത്ത് നമ്മൾ വെറുതെ ബൗളിലോട്ടിട്ട് മിക്സ് അടിച്ചു കേട്ടോ. നമുക്കത് ശരിക്കും മിക്സ് ആവുന്നില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ എല്ലാം കൂടെ എടുത്ത് ഇതിനകത്തോട്ടിട്ട് മിക്സ് അടിച്ചു. ഇത് നമ്മൾ മിക്സ് അടിച്ചിട്ട് ഇതിന് തിന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. എങ്ങനെ ഉണ്ടല്ലേ കഴിച്ചിട്ട്? ഫസ്റ്റിനെക്കാട്ടി ടേസ്റ്റ് ഉണ്ടോ? ഇല്ല, ഫസ്റ്റ് അല്ലാത്തല്ലേ. ഇപ്പം ഗൈസ് നമ്മൾ രണ്ടാമത് ഓർഡർ ചെയ്തത് ഫ്ലോപ്പല്ല എങ്കിലും കൊള്ളാം. ഫസ്റ്റ് ഡിഷിൻ്റെ അത്രയും ഒരു സുഖം നമുക്ക് കിട്ടിയില്ല. നമ്മൾ ഇനിയും ബാക്കി കഴിച്ചിട്ട് പിന്നെ വരാം. ഓക്കെ ഗൈസ്, ഉള്ളതൊക്കെ പറ്റുന്നത്രയൊക്കെ തീർത്തിട്ട് വാള് വെച്ച് കീഴടങ്ങി. കുറച്ച് ഗ്രേവി മാത്രം ബാലൻസ് വെച്ചു, അതോ ബാക്കി ഞാൻ കഴിച്ചു. ചത്തു, തീർന്നു, ഓവർ, ഇതിന്റെ ഓവർലോഡായി കഴിഞ്ഞു.